കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ചിക്കൻ ജോഡിൽ അങ്ങ് സെറ്റാക്കി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഷെഫീഖിന്റെ വീട്ടിലേക്ക് നേരെ വിട്ട് ഷെഫീഖിന്റെ ഗേറ്റും ഡോറൊക്കെ തുറന്ന് നേരെ ഞങ്ങൾ പിടിച്ച കിച്ചണിക്ക് തന്നെ കേട്ടോ. ഷെഫീഖ് കിച്ചൺ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചിട്ടിരുന്നിട്ടാ. അപ്പോൾ നേരെ ചിക്കൻ എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഫുൾ ചിക്കൻ ആയിട്ടാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അഭിപ്രായപ്പെട്ട് അത് പീസ് ആക്കണം. അങ്ങനെ പീസ് ആക്കി. അതുപോലെ മസാലക്കുള്ള മറ്റു ഐറ്റംസ് ഒക്കെ എല്ലാവരും കൂടി ഇരുന്ന് തൊലിച്ച് റെഡിയാക്കി. ഇന്നത്തെ സ്പെഷ്യൽ മസാല നമ്മൾ ഷാഫി സാറിന്റെ വക കേട്ടോ. ഷാഫി സാറാണ് മസാല കൂട്ടുന്നത്. അപ്പൊ സാധനങ്ങളൊക്കെ മിക്സിയിലിട്ട് ഷാഫി സാറിന്റെ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് അങ്ങനെ മിക്സിയിൽ മസാല അടിച്ചെടുത്തിട്ടോ. അങ്ങനെ ആദ്യം കുറച്ച് പച്ച മസാല ഉണ്ടാക്കി, അത് കഴിഞ്ഞ് കുറച്ച് ചുവപ്പ് മസാല ഉണ്ടാക്കി, പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് വേറെ വെറൈറ്റി മസാല. അങ്ങനെ 3 ടൈപ്പ് മസാല ഉണ്ടായി. പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ അവിടെ റെഡി ചെയ്യുന്നത് അതിന് എടുത്തിട്ട് ആ മസാല എമാണ്ട് തേച്ച് പിടിപ്പിച്ച് തലങ്ങും വിലങ്ങും തേച്ച് അങ്ങനെ എല്ലാം തേച്ചിട്ട് ഗ്രില്ലിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാ. ആ സമയം കൊണ്ട് തന്നെ വേറൊരു ടീം അവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ട്രേയില് നിരത്തി വെക്കണം. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മൾ സാധാരണ ചുടൽ നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോയിലിൽ പൊതിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഇപ്രാവശ്യം വേറെ എന്തെങ്കിലും വെറൈറ്റി ആക്കാന്ന് ചിന്തിച്ചപ്പോൾ ഷെഫീഖിന്റെ വീട്ടിലെ ഓവന് 1.5 വർഷത്തോളമായി കൂടിയിരുന്നിട്ട് ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഓവനിലൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ആ ട്രേയിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് നല്ല രസം ഇട്ട് അങ്ങനെ ഇരിക്കണ കാണാൻ. അങ്ങനെ അതെല്ലാം ഓവനിൽ കയറ്റിയിട്ട് നേരെ ഡോറാണ്ട് അടച്ച്. അപ്പോൾ ഒരു ടീം സാലഡ് സെറ്റാക്കാൻ നിന്ന്, വേറൊരു ടീം അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ചൂടാക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്ന്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണട്ടോ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഓവൻ എടുത്ത് തുറന്നപ്പോൾ കൊണ്ട് ഒരു ആവിയും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് വന്ന്. സ്മെല്ലൊരു രക്ഷയില്ല കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെ ആ ടേബിളിൽ സാധനങ്ങളൊക്കെ കണ്ട് പരത്തിയിട്ട് ഓരോരുത്തരുടെ ചിക്കൻ ഇങ്ങനെ എടുക്കണം. സംഭവം രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഷാഫിന്റെ മസാല വേറെ ലെവൽ തന്നെയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോഴൊരു വൈബ് നിങ്ങളോടൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കെ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.